വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്ന പരാമർശം വിവാദമായ പശ്ചാത്തലത്തിൽ പ്രസ്താവന പിൻവലിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. ബിജെപിയുടെ ഡൽഹിയിലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് പ്രസ്താവന പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി അറിയിച്ചത്. മലപ്പുറത്ത് എളങ്കൂരിലെ ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിഷ്ണുജയുടെ ഭർത്താവ് പ്രബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മഞ്ചേരി പോലീസ്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് പി ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പരാമർശം തെറ്റാണെന്ന് പറഞ്ഞെന്നും അപ്പോൾ തന്നെ ദിവ്യക്കെതിരെ നടപടിയെടുത്തുവെന്നും CPM കണ്ണൂർ സമ്മേളനത്തിനിടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ ജയരാജൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മനുഷ്യബോംബ് സ്ഫോടനം നടത്തുമെന്ന ഇമെയിൽ സന്ദേശം. തമ്പാനൂരിലെ ഹോട്ടൽ ഫോർട്ട് മാനറിലാണ് സന്ദേശം എത്തിയത്. ഉച്ചയ്ക്ക് 2:15 മുമ്പ് സ്ഫോടനം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ബോംബ് സ്ക്വാഡ് അടക്കം മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്തിടെ നഗരത്തിലെ മറ്റ് 2 ഹോട്ടലുകളിലും ഇത്തരത്തിൽ ഇമെയിൽ വഴി വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. നടനും MLA-യുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു. MLA-ക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം മുകേഷ് MLA ആയി തുടരുമെന്നും കോടതി തീരുമാനം വരട്ടെയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരും പാർട്ടിയും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും വ്യക്തമാക്കി. റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. ഇന്ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ രാവിലെ വാദം തുടങ്ങിയെങ്കിലും കേസ് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. ഇത് 7ാം തവണയാണ് വിധി പറയുന്നത് മാറ്റിവെക്കുന്നത്. ആദായ നികുതി ഇളവ് ഉൾപ്പെടെ പ്രഖ്യാപിച്ച ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മധ്യവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് ചരിത്രമാണെന്ന് ഡൽഹി RK പുരത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന്റെ കാലത്ത് ആർക്കെങ്കിലും 12 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ 4/1 നികുതിയായി പോകുമായിരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ 12 ലക്ഷത്തിൽ 10 ലക്ഷവും നികുതിയായി സർക്കാരിന് നൽകേണ്ടി വരുമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിനെ ഇന്ത്യയിലെ മധ്യവർഗക്കാർക്കുള്ള സൗഹൃദപരമായ ബഡ്ജറ്റ് എന്നാണ് രാജ്യം മുഴുവൻ വിശേഷിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 10,500 കോടി കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് 22% ഇറക്കുമതി തിരുവ ചുമത്തുമെന്ന് കാനഡ. കാനഡക്കുമേൽ അധിക ഇറക്കുമതി തിരുവ ചുമത്തുമെന്ന US തീരുമാനത്തിന് പിന്നാലെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇക്കാര്യം അറിയിച്ചത്. US-ലെ ഫിലാഡൽഫിയയിൽ ചെറുവിമാനം തകർന്നു വീണ് അപകടം. ഫിലാഡൽഫിയയിലെ നഗരമധ്യത്തിൽ ഒരു മാളിന് സമീപമുള്ള റോഡിലാണ് ചെറുവിമാനം തകർന്നു വീണത്. തകർന്നു വീണയുടൻ തന്നെ വിമാനം തീഗോളമായി. Under-19 വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ നിലനിർത്തി. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ലോക കിരീടം ഉയർത്തിയത്. ക്വാലാലംപൂർ ബൈമാസ് ഓവലിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 11.2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നു. ഗോഗടി, തൃഷ, സനിക ചാൽക്കെ എന്നിവർ പുറത്താകാതെ നിന്നു.